നമ്മുടെ ആംപ്ലിഫയർ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കമ്പോണൻസ് എല്ലാം അസംബ്ലിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വയറിങ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലായിട്ട് പവർ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത് 27027 ട്രാൻസ്ഫോമറാണ്. അത് 8 ആംപിയർ കിട്ടുമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷേ നമുക്കൊരു 6 ആംപിയർ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു മെറ്റൽ ബ്രിഡ്ജ് റെക്ടിഫയറും അതിൽ തന്നെ നമ്മൾ 4700-ൻ്റെ 2 കപ്പാസിറ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 4 കപ്പാസിറ്ററൊക്കെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ടെസ്റ്റിങ്ങിന് പർപ്പസിന് വേണ്ടിയിട്ടാണ്. പിന്നെ സ്പീക്കർ ഉപയോഗിച്ചിരിക്കുന്ന സാധാ 6 ഇഞ്ചിൻ്റെയും അതുപോലെ തന്നെ ഒരു സാധാ ട്യൂട്ടറും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ശരിക്കും കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ളൊരു സിസ്റ്റം സ്പീക്കർ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു 40 വാട്ട്സ് ആ റേഞ്ചിലേക്ക് താഴെ പവർ ഉണ്ടാവുള്ളൂ. നമുക്കൊരു ഇത് ഒരു 80 വാട്ട്സിനധികം ട്രൂ RMS നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന വരെ നമ്മൾ ഒരു കാൽക്കുലേഷൻ അല്ല, നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് പറയണത്. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ റെഡിയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് പാട്ട് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആംപ്ലിഫയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ എന്താണ് പറയുക, ഓണാക്കുമ്പോഴും ഓഫാക്കുമ്പോഴും ആയ നോയ്സ് വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ അറിയണ തന്നെ ഇല്ല. നമുക്ക് ഒരു ആംപ്ലിഫയർ ഓൺ ആയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. ഈ വോളിയത്തിലാണ് ഇപ്പം നല്ല നിൽക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ആംപ്ലിഫയർ ആണ്. ഈ സ്റ്റാർട്ടിങ്ങിലും സ്റ്റോപ്പിങ്ങിലുള്ള ആ നോയ്സ്, സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ ലൈറ്റ് നോയ്സ് നമുക്ക് ഇത് വരുന്നുള്ളൂ, ഈ പോപ്പ് സൗണ്ട്. അതായത് നമുക്കറിയാം ഒരു സാധാരണ ആംപ്ലിഫയർ ഓൺ ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാകും. നമുക്ക് സ്പീക്കർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഡിലേ സർക്യൂട്ട് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഒഴിവാക്കുക. പക്ഷേ ഈ ആംപ്ലിഫയറിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. രണ്ടാമത് ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് നമുക്ക് എന്താ പറയുക, ബയാസിംഗ് ഒക്കെ ഒരുവിധം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബയാസിംഗ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറ്റ് നമുക്ക് ഓവർ ഹീറ്റ് ആവില്ല എന്നുള്ളതാണ് ഈ ആംപ്ലിഫയറിന്റെ ഒരു മീഡിയം ലെവലുള്ള ഒരു ഹീറ്റ് ഇതിനകത്ത് വരുള്ളൂ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് എന്തെങ്കിലും ഒരു ഓവർ ഹീറ്റ് വരികയാണെങ്കിൽ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ബയാസ്ഡ് ആവും. കാരണം ഈ ആംപ്ലിഫയർ ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ എന്താ പറയുക ഹീറ്റ് സിങ്കുമായിട്ട് കണക്റ്റഡ് ആണ് ഇതിന്റെ ബയാസിങ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ മീൻസ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിന്റെ ബയാസിങ് അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവും. അത്യാവശ്യം നല്ല എന്താ പറയാ ഗെയിനുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അത്യാവശ്യം നല്ല ഡൈനാമിക്സ് ആയിട്ടുള്ള ഒരു വോളിയം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബാസും അതുപോലെ ട്രബിളും ഒരേപോലെ നമുക്ക് ഒരു റെസ്പോൺസ് കിട്ടുന്ന ഒരു ആംപ്ലിഫയർ ആണ്. അത്യാവശ്യം ഡൈനാമിക് ഉള്ള ഒരു ആംപ്ലിഫയർ ആണ്. നമുക്കതിന്റെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എടുത്ത് എന്താ പറയാ അറിയാവുന്ന രീതിയിലുള്ളതാണ്. നമുക്ക് 36 ആണ് ഇതിന് പവർ സപ്ലൈ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അത് നമ്മൾ ഒരു 27ന്റെ അടുത്ത് വരുന്ന ഒരു 26 ട്രാൻസ്ഫോമറാണ് ഇതിന് കറക്റ്റ് ആയിട്ട് വേണ്ടത്. നമ്മൾ എന്നാൽ 27 നമ്മളത് എടുത്തിട്ടുണ്ട്. കാരണം ശകലം വോൾട്ടേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, ചെറിയ പ്രശ്നമില്ല. കാരണം ലൈൻ വോൾട്ടേജ് ഒക്കെ ഇത്തിരി എപ്പോഴും ഡ്രോപ്പ് ഉണ്ടാകുന്നതുകൊണ്ട് നമുക്കത് മതിയാവും. ഡുവൽ പവർ സപ്ലൈ ആണ്. ഞാനൊരു ഫിൽറ്റർ 4700-ന്റെ 2 കപ്പാസിറ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി 10,000-ന്റെ ഒക്കെ ഒരു 2 ഉപയോഗിക്കണം. എന്നാൽ ഇതില്ലെങ്കിൽ 4700-ന്റെ ഒരു 4 ഇത് ഉപയോഗിച്ച് കുറച്ചുകൂടി ഒന്ന് ഫിൽറ്റർ പെർഫെക്ഷൻ ചെയ്യാനുണ്ട്. ഇത് നമ്മുടെ നോർമലി മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്സുകളും മറ്റും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് എന്താ പറയുക മീൻസ് കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടാണ്. സാധാരണ ഒരു നോർമലി സിമ്പിൾ സർക്യൂട്ട് അല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല ഹൈ പെർഫോമൻസ് കിട്ടുമെങ്കിലും ഇതിന്റെ കോസ്റ്റ് കൂടുതലാവുന്നുണ്ട്. കാരണം അത്രയും കമ്പോണൻസും അതുപോലെ തന്നെ ഇതിൽ ചില കമ്പോണൻസുകളൊക്കെ നമ്മൾ നോർമലി അവൈലബിൾ ആകുന്ന ടൈപ്പ് അതിന് ഉപയോഗിക്കുന്ന കമ്പോണൻസ് അല്ല, കുറച്ചുകൂടി നന്നായിട്ടുള്ളൊരു കമ്പോണൻസ് ആണ്. ഇതിലിപ്പോ ഞാൻ നോക്കിയതിൽ ഇപ്പൊ ഒരു നമ്മുടെ 52001940 അതുപോലെ തന്നെ ഇത് NJW സീരീസിലുള്ള ട്രാൻസിസ്റ്റർ ആണ്. ഇത് രണ്ടും തമ്മിൽ ഇതിൽ കുറച്ചുകൂടി ഒരു രസം നമുക്ക് തോന്നുന്നുണ്ട് എനിക്ക്. അത് ഒരു വ്യക്തിപരമാണ്. കാരണം രണ്ടിലും വലിയ വ്യത്യാസമൊന്നും നമുക്ക് പറയത്തക്ക വ്യത്യാസമൊന്നും ഇല്ല. പക്ഷെ എങ്കിലും ചെറിയൊരു ഡിഫറൻസ് എന്തോ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് വെച്ച് ഇതിൽ കൂടുതൽ കമ്പോണൻസ് ഇച്ചിരി കൂടി വില കൂടിയ കമ്പോണൻസ് ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇതുപോലെ ഇത്തിരി ക്വാളിറ്റിയുള്ള നല്ല കമ്പോണൻസ് നമുക്ക് ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെർഫോമൻസ് കിട്ടും, നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടും. പക്ഷെ ഇത് അല്പം കോസ്റ്റ്ലി ആണ് ഈ ബോർഡ് മറ്റുള്ളതിനെ അപേക്ഷിച്ച്, അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. എന്തായാലും നമ്മളൊരു ട്രയൽ റൺ ആണ് ഇപ്പം നടത്തിയത്. അത് തന്നെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കൊരു സക്സസ്ഫുൾ എന്ന് പറയാം. കാരണം ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഡൈനാമിക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫുൾ വോളിയത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, കാരണം ഈ ഒരു സ്പീക്കർ പോരാ. ഇതിന് അത്യാവശ്യം കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള വൂഫേഴ്സും ഒക്കെ ഉള്ള ഒരു ടവർ ടൈപ്പ് സ്പീക്കർ അത് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിൽ. അപ്പം എന്തായാലും അപ്പം നമുക്കൊരു വൈഡ് ടെസ്റ്റിൽ നിൽക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു ഒരുപാട് പുതിയ പുതിയ വീഡിയോസ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുപോലെ. അപ്പോൾ അടുത്തോടെ കാണുന്നവരെ ബൈ.